ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാടൻ ഫുഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗീ റോസ്റ്റ് ആണ്. പക്ഷേ ഞാനിത് ചെയ്തിരിക്കുന്ന അരിമാവ് വെച്ചിട്ടല്ല, റവ വെച്ചിട്ടാണ് ഞാൻ ഈ ഗീ റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു നെയ് റോസ്റ്റ് ആണ് ഇത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാട്ടോ. നമ്മുടെ റവ ഗീ റോസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ റവ എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ വേണം, അതേ അളവിൽ തന്നെ വേണം നമ്മുടെ ഗോതമ്പ് പൊടിയും തൈരും എടുക്കാൻ. ഞാനിവിടെ ഈ 1 കപ്പിന് റവയും അതുപോലെ തന്നെ തൈരും ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഏത് അളവിലുള്ള കപ്പിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ഈ 3 സാധനങ്ങളും എടുക്കാൻ നോക്കണം. പിന്നെ ചട്നിക്ക് വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 1 ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള റവ ഗീ റോസ്റ്റ് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് റവയും 1 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണം. ഉപ്പ് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ പറഞ്ഞിട്ടില്ല. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണം. നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ദോശയുടെ ഒക്കെ ബാറ്റർ റെഡിയാക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചത് ലൂസാക്കി എടുക്കുന്നത്. ദോശയ്ക്ക് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പം ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതാ ഇവിടെ ഇതിപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഗീ റോസ്റ്റിന് വേണ്ടിയുള്ള ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കപ്പലണ്ടിയും അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ ഞാൻ ഇതിന് ചമ്മന്തിക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് എണ്ണയും കടുകും വറ്റൽമുളകും ഒക്കെ ആവശ്യമായിരുന്നു. അത് ഞാൻ ഇൻഗ്രീഡിയൻസിലൂടെ കാണിച്ചില്ല. ഇപ്പോൾ കടുക് പൊട്ടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. നമുക്ക് 1 വറ്റൽമുളക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ജാറിലുള്ളതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ റവ ഗീ റോസ്റ്റ് റെഡിയാക്കി തുടങ്ങാം.
ചെറുതായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കാം. ഞാൻ നല്ലപോലെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നെയ്യ് ഇഷ്ടമില്ലാത്തവർ നെയ്യ് ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. ഇതിന്റെ ഒരു വശം ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് മറിച്ചിട്ടും കൂടെ വേവിക്കാം കേട്ടോ. അപ്പൊ ഈ ദോശ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് അടുത്ത ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ഗീ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീ റോസ്റ്റ് ആണിത്. ഇപ്പം നമ്മുടെ അരിമാവ് കൊണ്ടുള്ള ഗീ റോസ്റ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഗീ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിലെ മറ്റു റെസിപ്പികളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു. ടേക്ക് കെയർ.